അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ത്രില്ല് പടമായിരുന്നു, സൂപ്പറായിരുന്നു. ഞാനും ചെറിയ റോള് ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്കത് കാണാൻ പറ്റില്ല, ഞാൻ കുറച്ച് വൈകിയാണ് വന്നത്. എന്നാലും നല്ല പടം, കണ്ടിരിക്കാൻ നല്ല കുടുംബസമേതം കാണാൻ പറ്റിയ നല്ലൊരു പടം കേട്ടോ, സൂപ്പറായിരുന്നു. ാണ് നല്ല എക്സ്ട്രാ ഓർഡിനറി ക്ലൈമാക്സ്, ബാസിയുടെ പെർഫോമൻസ് അടിപൊളിയായിട്ടുണ്ട്, നല്ല തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ്. അസാധ്യ പെർഫോമൻസ്, അസാധ്യ സ്ക്രിപ്റ്റ്, നൈസ് മൂവി. ഒന്നും പറയാൻ പറ്റത്തില്ല, കണ്ടിരിക്കണം. നമ്മൾ വിചാരിക്കാത്ത ഒരു സബ്ജക്റ്റാണ്, നല്ലൊരു പ്ലോട്ടാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ കാണാം, അതിൻ്റെ എക്സ്പീരിയൻസ് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമയാണ്. നല്ല പടം, ലാലും ശ്രീനാഥ് ബാസി നന്നായിട്ട് അഭിനയിച്ചു. നല്ല പടം, നല്ല മൂവിയാണ്, നല്ല സൂപ്പർ. സ്റ്റോറി വൈസ് നിങ്ങൾ കാണുക, എന്തായാലും നല്ല പടമാണ്, നല്ല പടമാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിലെല്ലാവരും പ്രതീക്ഷ സ്ഥലത്തൊക്കെ റിയാക്ട് ചെയ്തു. സോ വർക്കായിട്ട് എല്ലാവരും ഓഡിയൻസിനെ പ്രശ്നം. സ്റ്റോറി വൈസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? സോറി, സ്റ്റോറി വൈസ് ഒക്കെ വെച്ചിട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണല്ലോ, ഒബ്വിയസ്ലി ത്രില്ലറാണ്. ജയിൽ ബ്രേക്ക് അല്ലേ, സോ അതിൻ്റെ വർക്ക് നല്ല റെസ്പോൺസ്. എന്താണ് പ്രേക്ഷകരുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? പ്രേക്ഷകർ നല്ല റെസ്പോൺസ് ഉണ്ട്. എല്ലാവരും മഴ കാരണം കുറച്ച് ടെൻഷനുണ്ട്, അപ്പം തിയേറ്റേഴ്സിൽ എല്ലാവരും വന്ന് കാണുന്നു. എഡ്ജ് ഓഫ് ദി സീറ്റ് ത്രില്ലറാണ്. എല്ലാവരും വന്ന് തിയേറ്റേഴ്സിൽ എൻജോയ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട്. അതായത് പ്രീമിയർ ഷോ കണ്ടിരുന്നു ഞാൻ, പക്ഷെ അതിനെക്കാളും ഈ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുമ്പോൾ കൈത്തട്ടലും ചിരിയും ആൾക്കാരുടെ ആ ഒരു റെസ്പോൺസ് കണ്ടപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുണ്ട്. ഞാൻ പ്രീമിയം കണ്ടപ്പോൾ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട്. ഡയലോഗ്സ് ആണെങ്കിലും നല്ല ആ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ലെവലെല്ലാം ഭയങ്കര രസമായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരും ഫാമിലിയോട് കൂടി കാണുക. ലാൽ സാർ അടിപൊളിയാണ്. ലാൽ സാർ അടിപൊളിയാണ്, ബാസി അടിപൊളിയാണ്, എൻ്റെ മോള് രവീണ അടിപൊളിയാണ്. എല്ലാവരും, അഭിരാം ആയിക്കോട്ടെ, പിന്നെ അഭിൻ ആയിക്കോട്ടെ, ജിലു ആയിക്കോട്ടെ, എല്ലാവരും അവരവരുടെ റോൾസ് ഭംഗിയായി ചെയ്തിട്ടുണ്ട്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. മോളുടെ ഡബിംഗ് ആണോ ആക്ടിംഗ് ആണോ സൂപ്പറായിട്ടുള്ളത്? മോളുടെ ഡബിങ്ങിൻ്റെ വിധത്തിൽ സൂപ്പറാണ്, ആക്ടിങ്ങിൻ്റെ വിധത്തിൽ സൂപ്പറായിട്ട്, വളരെ സട്ടിലായിട്ട് വളരെ നന്നായിട്ട് ആ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട്. താങ്ക് യു, എല്ലാവരും കാണണം. താങ്ക് യു. എന്താ പറയുന്നത്, നമ്മൾ വിചാരിച്ച കണക്കത്തെ ഒരു സ്റ്റോറിയല്ല. ആദ്യം ആസാദി എന്ന് പറഞ്ഞ് കണ്ടു തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു റവീനയുടെ ക്യാരക്ടറും ജയിലിൽ നിങ്ങൾ ആ പോസ്റ്റ് കണ്ടപ്പോൾ മനസ്സിലാക്കി കാണും. പക്ഷേ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് സംഭവിക്കുന്നത് നമ്മൾ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേക്കും കഥ തന്നെ മാറി ഭയങ്കര സസ്പെൻസും ത്രില്ലും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമായി. റവീന ഹസ്റ്റാണ് വണ്ടർഫുൾ ജോബ്. കാരണം ഡയലോഗ്സ് പറയാതെ ഇമോഷണലി സെറ്റിലായിട്ടുള്ള ഇമോഷൻസ് കാണിച്ചുകൊണ്ട് ഒരു നല്ല പെർഫോമൻസ്. ഐ ഷുവർ എല്ലാവരും ഈ ഒരു പെർഫോമൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡയറക്ടർ ഹസ്റ്റാണ് വണ്ടർഫുൾ ജോബ്. ഈ സിനിമ തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്യും. ലാൽ സർ, അതുപോലെ വിജയ് രവി സർ, ബാക്കി എല്ലാ അടിപൊളിയായിരുന്നു. സസ്പെൻസ് ഉള്ളതുകൊണ്ട് സിനിമയെക്കുറിച്ച് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. നല്ല മൂവിയായിരുന്നു. ക്ലൈമാക്സസ് ഉണ്ടായിരുന്നു, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നു, എല്ലാം നല്ല മൂവിയായിരുന്നു. അടിപൊളിയായിരുന്നു, നന്നായി എൻജോയ് ചെയ്തു. അതിന് ക്ലൈമാക്സും ആ ട്വിസ്റ്റും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അടിപൊളിയായിരുന്നു. നല്ല മൂവി, അടിപൊളി മൂവി, നന്നായി എൻജോയ് ചെയ്തു. പടത്തിന് ക്ലൈമാക്സ് ആണെങ്കിൽ ത്രൂ ഔട്ട് നമുക്ക് ബോറടിക്കാതിരുന്ന് കാണാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പടം. അടിപൊളി പടം, മസ്റ്റ് വാച്ച്.